വാട്ടർ സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ റിന്യൂവബിൾ എനർജീസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് സോളാർ പാനൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ സോളാർ പാനൽ എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ആക്സിസ് വരുന്നുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ആക്സിസും ഒരു വെർട്ടിക്കൽ ആക്സിസും. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ പാനലിൻ്റെ ടിൽറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതും വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് പാനലിൻ്റെ റൊട്ടേഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെയും വെർട്ടിക്കൽ ആക്സിസിൻ്റെയും ഹെൽപ്പ് പ്രകാരം സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എവിടെയാണോ കൂടുതൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം ആംഗിൾ നോക്കിയിട്ട് ഈ പാനലിനെ ആ ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്ത് മാക്സിമം എനർജി കൺസർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിവിടെ സൺലൈറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് LDR സെൻസറാണ്, ലൈറ്റ് ഡിറ്റക്റ്റിംഗ് റെസിസ്റ്റൻസ്. പിന്നെ ആ സെൻസറിനെ കണക്ട് ചെയ്തേക്കുന്നത് സെർവോ മോട്ടറിലേക്കാണ്. ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണ കാരണം നമുക്ക് എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സൈഡിലേക്ക് സെൻസ് ചെയ്യും. ഇതിൽ റീഡിങ് മാക്സിമം ഇൻറ്റൻസിറ്റി എവിടെയാണോ അങ്ങോട്ടേക്ക് പാനലിനെ തിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. നോർമലി സ്റ്റേഷനറി ആയിട്ട് യൂസ് ചെയ്യുന്ന സോളാർ പാനലിൽ 40 to 45% ഇൻക്രീസ് നമുക്ക് പ്രൊഡക്ഷനിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റ് സർഫസിൽ വയ്ക്കുന്നതിനേക്കാളും 70 to 75% എനർജി ഇൻക്രീസ് ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ട്.